അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഖുർആനിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അധികാരത്തിൽ നിന്ന് ഒരംശമെങ്കിലും എനിക്ക് തരുമോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഖുർആൻ അറിയുമോ? ഖുർആനിൽ നിന്ന് ഒരംശമെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞു, എനിക്ക് ഖുർആൻ അറിയില്ല, ഖുർആനിൽ നിന്ന് ഒരല്പം പോലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് അധികാരിയാകണമെന്നുണ്ടെങ്കിൽ ഖുർആൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പമെങ്കിലും പഠിച്ചിരിക്കണം. അത് നിയമമാണ്. നിങ്ങൾ പോയി ഖുർആൻ പഠിച്ചു വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. ആഴ്ചകൾ കഴിഞ്ഞുപോയി, അദ്ദേഹത്തെ തിരിച്ചു കണ്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിയെ അദ്ദേഹത്തെ അന്വേഷിക്കുവാനായി നിയമിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ഇരുവരും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഹാജരാവുകയും ചെയ്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒരു അംശമെങ്കിലും എനിക്ക് വേണം, ഞാൻ ഖുർആൻ പഠിച്ചു വരാമെന്ന് പറഞ്ഞു പോയ വ്യക്തിയല്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നില്ല? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, താങ്കൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഖുർആൻ പഠിച്ചു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിലൂടെ എനിക്ക് മനസ്സിലായി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അധികാരത്തിൽ നിന്ന് ഒരംശം പോലും എനിക്ക് ആവശ്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പടച്ച, ജനങ്ങളെ പടച്ച, ഖുർആനിനെ ഭൂമിയിലേക്ക് അയച്ച, ഉമർ റളിയല്ലാഹു അൻഹുവിന് അധികാരം നൽകിയ, ലോകത്തെ നിയന്ത്രിക്കുന്നവനായ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനായ, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മതിയായവനാണ് എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഖുർആനിലെ ഏത് ഭാഗം ഓതിയപ്പോഴാണ്, ഏത് ആയത്ത് കണ്ടപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് ഇത്രത്തോളം മാറിയത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്ത് വായിച്ചപ്പോഴാണ്, ഓതിയപ്പോഴാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവൻ ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. വല്ലവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവൻ അല്ലാഹു തന്നെ മതിയാകുന്നതുമാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഓരോ കാര്യത്തിനും അല്ലാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കിനി നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നു നിന്ന് എൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞു എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മതിയായവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചുപോയി. ഈ ചെറിയ കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം അത് വളരെ വലുതാണ്. നാം ഖുർആൻ വെറുതെ കണ്ണോടിച്ചു ഓതാതെ, വെറുതെ അർത്ഥമറിയാതെ, ശൂന്യമായ മനസ്സോടെ ഓതാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ഖുർആനിന്റെ അർത്ഥം അറിഞ്ഞ് ഓതുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറയുന്നതായി നമുക്ക് ഓരോരുത്തർക്കും കാണുവാൻ കഴിയും. നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ഭരമേൽപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ, എല്ലാം അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയും. ഒരു വ്യക്തിയെയും ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.